ഭരണം നഷ്ടപ്പെട്ടതിൽ ഒരു മുൻ മന്ത്രി തന്നെ അത് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ആരോപണമായി ഉന്നയിക്കുന്നത്. അങ്ങനെയാണ് എന്നുള്ളതാണ് പരസ്യമായി അദ്ദേഹം പറയുന്നത്. പേര് പറഞ്ഞെങ്കിൽ ഈ നഗര ഭരണത്തിന്റെ പരാജയം മറച്ചുവെക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പല അസത്യങ്ങളും ബഹുമാനപ്പെട്ട മേയർ പ്രഖ്യാപിക്കാറുണ്ട്. തിരുവനന്തപുരം നഗരസഭ ഭരണം നടത്തുന്നത് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ആ ബിജെപിയുടെ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രവർത്തകർക്ക് മാലിന്യം റോഡിൽ വലിച്ച് എറിഞ്ഞ് ഈ ഭരണസമിതിയെ നാറ്റിക്കുകയാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുമ്പോൾ അത് നഗരവാസികൾ അതിന്റെ സത്യം തിരിച്ചറിയും. തലസ്ഥാന നഗരിയിൽ ഏതാണ്ട് ഒരു 500-600 ടൺ മാലിന്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കേരള സംസ്ഥാനത്ത് ആദ്യമായി കേന്ദ്രീകരിച്ചുള്ള ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റ് ആരംഭിച്ചത് ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിരുന്ന അവസരത്തിലാണ്. നഗരസഭയ്ക്കോ ഗവൺമെന്റിനോ ഒരു പൈസ പോലും ചെലവഴിക്കാതെ വെള്ളപ്പിശാലയിൽ അങ്ങനെ പ്രോജക്റ്റ് ആരംഭിച്ചു. 20 വർഷത്തോളം ആ പ്രോജക്റ്റ് നന്നായി തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ബിജെപിയും കോൺഗ്രസും ചേർന്നുകൊണ്ടാണ് ആ സ്ഥാപനത്തെ പൂട്ടുന്നതിന് വേണ്ടിയുള്ള സമരവും മറ്റു നടപടികളും ആരംഭിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ നഗരസഭ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. ഇത് സംസ്ഥാന ഗവൺമെന്റ് ഇക്കാലത്ത് അടിയന്തരമായി ഇടപെടേണ്ടതായിട്ടുണ്ട്. സ്ഥിരമായി തിരുവനന്തപുരം മേയർ പറയുകയാണ്, നഗരസഭയുടെ ഭരണത്തിന് എന്ത് വീഴ്ചയുണ്ടായാലും അത് മുൻ മന്ത്രിയുടെ കുഴപ്പം കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരാണ് മുൻ മന്ത്രി എന്നുള്ളവർ അദ്ദേഹം വ്യക്തമാക്കണം. ശ്രീ ഒ രാജഗോപാൽ സാർ മുൻ മന്ത്രിയാണ്. ബിജെപിയുടെ MLA മുരളീധരൻ മുൻ മന്ത്രിയാണ്. ഞാനുണ്ട്, ശ്രീ അനിലുണ്ട്, ആന്റണി രാജുണ്ട്. ഏത് മന്ത്രിയാണെന്ന് പറഞ്ഞാൽ അത് എളുപ്പമായിരിക്കും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി. കഴിഞ്ഞ ഈ ഭരണസമിതി വന്നതിന് ശേഷം 6 മാസം കൊണ്ട് നഗരം ക്ലീനായി മാറുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 6 മാസം കൊണ്ട് നടന്നത് തോടുകൾ നിറയെ മാലിന്യം ആയി മാറി. തലസ്ഥാന നഗരിയിലെ മുഴുവൻ തോടുകളും മാലിന്യമായി മാറി. ചാക്കുകെട്ടുകൾ, പ്ലാസ്റ്റിക് ബാഗ് മാലിന്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഈ തലസ്ഥാന നഗരിയിലെ മുഴുവൻ ഓടകളും തോടുകളും. തെർമോകോൾ ഉൾപ്പെടെയുള്ള ടൺ കണക്കിന് മാലിന്യങ്ങൾ ഇത് മാധ്യമങ്ങളിലൊക്കെ തന്നെ അതിന്റെ പടം വന്നിട്ടുണ്ട്. കിച്ചൺ ബിന്നിന്റെ വിതരണം നിർത്തി. ഇതെല്ലാം CPM പ്രവർത്തകർ ചെയ്ത കാര്യങ്ങളാണോ? എയറോബിക് ബിന്നുകൾ ഇന്നിപ്പോൾ ഉപയോഗിക്കുന്നില്ല. മത്സ്യം, മാംസം തുടങ്ങിയവയുടെ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനവുമില്ല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുന്നുകുഴിയിലെ ആ പ്ലാന്റ് ഇതുവരെ 6 മാസം കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഗുരുതരമായ വീഴ്ചയാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. സാനിറ്ററി നാപ്കിന്റെ സംസ്കരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയും അദ്ദേഹത്തിന് ഇല്ല. കിച്ചൺ ബിന്നിന്റെ ഏജൻസിക്ക്, സ്വകാര്യ ഏജൻസിക്ക് ആണല്ലോ അത് കരാർ കൊടുത്തിരിക്കുന്നത്. 1 കോടി രൂപയാണ് അവർക്ക് ഇനി കിട്ടാനുള്ളത് എന്നാണ് അവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ 1 കോടി രൂപ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്, ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് 1 കോടി രൂപ കൊടുക്കാത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം മേയർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച ചില അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്.